ചോദ്യം ഇതാണ്: ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 9 പദങ്ങളുടെ തുക 630 അതിൻ്റെ 5-ാം പദം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന സമാന്തര ശ്രേണിക്ക് 9 പദങ്ങളാണുള്ളത്. അപ്പോൾ ഞാൻ ആ 9 പദങ്ങളെ ഇങ്ങനെ ഒന്ന് ഡിനോട്ട് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9. ഇതാണ് ആ 9 പദങ്ങളെന്ന് കരുതുക. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട പദം ഏതാ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 5-ാമത്തെ പദമാണ്. 5-ാമത്തെ പദം എന്ന് പറയുമ്പോൾ വേണ്ട ആ ഓർഡർ അനുസരിച്ച് 1, 2, 3, 4 ഇതാണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ട 5-ാമത്തെ പദം. ഈ 5-ാമത്തെ പദത്തിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ? ഈ 9 പദങ്ങളെ നിരത്തി എഴുതി കഴിയുമ്പം ഈ 5-ാമത്തെ പദം എന്ന് പറയുന്നത് കറക്റ്റ് മിഡിൽ ടേമാണ് അല്ലേ? നോക്കി, ഇങ്ങോട്ട് ഒരു 4 പേര്, ഇങ്ങോട്ട് 4 പേര്, അവൻ കറക്റ്റ് സെൻറ്ററാണ്. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ട പദമായ 5-ാമത്തെ പദം കറക്റ്റ് മിഡിൽ ടേം ആണ് എന്ന് നമുക്ക് പറയാം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു സമാന്തര ശ്രേണിയുടെ മധ്യപദം എല്ലായ്പ്പോഴും ശരാശരിക്ക് തുല്യമാണ്. എന്താ? ഒരു സമാന്തര ശ്രേണിയുടെ മധ്യപദം എല്ലായ്പ്പോഴും ശരാശരിക്ക് തുല്യമാണ് എന്ന് ശരാശരിയിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ 5-ാം പദം കാണാൻ പറയുമ്പോൾ അല്ലെങ്കിൽ മധ്യപദം കാണാൻ പറയുമ്പം എന്ത് കണ്ടുപിടിച്ച് വെച്ചാലും മതി, ആവറേജ് അങ്ങ് കണ്ടുപിടിച്ച് വെച്ചാലും മതി. ക്ലിയർ ആയോ? ആവറേജ് കാണുന്ന ഇക്വേഷൻ പറ. തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ തുക എത്ര എന്ന് പറയുന്നു? ചോദ്യത്തിൽ പറയുന്നു 9 പദങ്ങളുടെ തുക 630 പറയുന്നു. എത്ര പദങ്ങളാണ്? 9. അപ്പോൾ എണ്ണത്തിൻ്റെ അവിടെ 9. 630 ഭാഗം 9. 9 63 7 വെച്ച് വെട്ടിപ്പോവും. 70 ഈ പറയുന്ന സമാന്തര ശ്രേണിയുടെ ശരാശരി എന്ന് കിട്ടും. ശരാശരി തന്നെയാണ് മധ്യപദം. ഇവിടുത്തെ മധ്യപദം 5-ാം പദം. അപ്പം നമുക്ക് എഴുതി വെക്കാം. ഈ ശ്രേണിയുടെ 5-ാം പദം എത്ര എന്ന് ചോദിച്ചാൽ അത് 70 ആണ്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ശരി, താങ്ക് യു.